പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഞങ്ങൾ തന്നെ കാലവർഷക്കെടുതി വന്നപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടി കേരളത്തിലെ മുഴുവൻ പാർട്ടി കേഡർമാരോടും പാർട്ടി സഖാക്കളോടും ജനങ്ങളോടും സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഈ പ്രകൃതിയുടെ വലിയ രീതിയിലുള്ള ഈ പ്രകൃതിക്ഷോഭത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങണം എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ UDF എടുക്കുന്ന സമീപനമല്ല ഞങ്ങൾ കേരളത്തിലെടുത്തത്. ഔദ്യോഗിക സംവിധാനവുമായി ചേർന്നും അല്ലാതെയും സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ സഹായിക്കണമെന്ന കൃത്യമായ ഒരു ധാരണ പാർട്ടിക്കും ജനങ്ങൾക്കും നൽകുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങളുടെ സഖാക്കൾ കേരളത്തിലുടനീളം സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചു പോവുകയുമാണ്. മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം, അതിനുശേഷം ആദ്യമായിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത്. നല്ല കുറിപ്പ് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പത്രസമ്മേളനത്തിൽ ചില പത്രക്കാരെ വലിയ രീതിയിൽ ചീത്ത പറയുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനതിൻ്റെ പേരിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നു. കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അറിയാതെ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരെല്ലാം പരിഹസിക്കുക, അവരെ ചീത്ത പറയുക, നീ പത്രസമ്മേളനം പൊളിക്കാനാണ് വന്നിട്ടുള്ളത് എന്ന് വിശദീകരിക്കുക. എന്നാൽ എത്രയാളാണ് കൃത്യമായിട്ട് മരിച്ചത്, എവിടെയൊക്കെയാണ് ഈ സംഭവങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന രീതിയിലുള്ളത്, എത്ര പേരെയാണ് ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുള്ളത്, ആ ക്യാമ്പിൽ പാർപ്പിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള വലിയ മുറവിളിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് റവന്യൂ, മറ്റൊരു ഭാഗത്ത് തദ്ദേശ സ്വയംഭരണം, മറ്റൊരു ഭാഗത്ത് മുഖ്യമന്ത്രി. ഇവരാരും ഏകോപിതമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇതേപോലെയോ ഇതിനേക്കാൾ എത്രയോ ശക്തമത്തായ രീതിയിലുള്ള പ്രകൃതിക്ഷോഭം അനുഭവിച്ച സംസ്ഥാനമാണ് കേരളം. എത്ര ശരിയായ രീതിയിലാണ് ആ ക്രൈസിസ് മാനേജ്മെൻറ്റ് നടത്തിയത്? ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രശ്നം വരുമ്പോഴേക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം വളരെ സജീവമായിട്ട് വരേണ്ടുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനമാകെ പകച്ചു നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഞങ്ങൾക്ക് വിമർശിക്കാനല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി ഇനിയും ഈ ദുരിതപൂർണമായ ജീവിതം അനിവാര്യമാക്കിയ ഒരു സാഹചര്യത്തിൽ അതിനെ ഒഴിവാക്കി അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ കുടി ഒഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ക്യാമ്പിലും അതുപോലെ തന്നെ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് അവരുടെ സഹായം, ഇപ്പോഴും അപകടത്തിൽപ്പെട്ട് ഒരുപടി ആളുകളെ കാണാൻ ബാക്കിയാണ്, കണ്ടുകിട്ടിയിട്ടില്ല. അതൊക്കെ വളരെ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ട് ഇടപെടാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ്. കേവലമായി വിമർശനം മാത്രമല്ല ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കേരളം അർഹിക്കുന്ന നിലയിൽ ഈ ഗൗരവതരമായിട്ടുള്ള പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. അതിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾക്കതിനകത്ത് വേറൊരു രാഷ്ട്രീയം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് മുമ്പോട്ടേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഫീൽഡിലുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഓ, എല്ലാ കാര്യവും കണ്ടെത്തിയുള്ള എല്ലാ കാര്യവും അത് തിരുത്തുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് തിരുത്തുന്നത്. അല്ലാണ്ട് നമ്മൾ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് തന്നെ, സമ്മേളനം എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഡ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത് തന്നെ ഇതിൽ ഓരോന്നിലും എന്തെന്ത് മാറ്റം വേണമെന്നതിനെപ്പറ്റി ആലോചിക്കാനാണ്. അങ്ങനെ ആലോചിച്ച് ഈ പറഞ്ഞ എല്ലാ തരം അവിടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെബ്സൈറ്റിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ടുണ്ട്, അവർ വിമർശനപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൽ വ്യത്യാസം, അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ ഒരു ഭാഷയാണ്. ശുദ്ധ അസംബന്ധം പറയുന്നതാണെന്ന് നിങ്ങൾ കുറേ ചാനലുകാരും കുറേ പത്രക്കാരും കൂടി ചേർന്ന് ഇല്ലാതെ കഥ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പയ്യന്നൂരിൽ ഒരിളക്കി പ്രതിഷ്ഠയും തീരുമാനിച്ചില്ല. ആവശ്യമായ നിലപാട് പാർട്ടി തീരുമാനിക്കും. അതിന് മുമ്പ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരിക്കുന്നു. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് പുതിയ സെക്രട്ടറിയെ തീരുമാനിച്ചിരിക്കുന്നു. കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. ശുദ്ധ അസംബന്ധം എന്തും പറയാൻ യാതൊരു മടിയില്ലാതെ നിങ്ങളെ പറ്റിയല്ല എന്താ ഞാൻ പറയുക.
അത് അദ്ദേഹം പോയതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരോപണത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കേവലം കളവ് മാത്രമാണ്. കേവലം കളവ് മാത്രമാണ്. കാരണം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കളവ്. മുഖ്യമന്ത്രി ഏത് പത്രസമ്മേളനം നടത്തിയാലും അതിലൊരു കളവുണ്ടാവും. ആ കളവ് ഇപ്പം തുടങ്ങിയതല്ല, കുറേ കാലമായിട്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഉള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു വ്യത്യാസമില്ല, അതേ തുറന്നുകൊണ്ടിരിക്കുക. അതാണ് കാര്യം.